പൃഥ്വിരാജ് പ്രൊഡക്ഷൻസേ, മിസ്റ്റർ രാജിച്ചേട്ടാ, മനസ്സിലായി. കുഡാൻസും വേലത്തരവും പാടില്ല, ചക്രവർത്തിതൻ വാക്യ. കാന്താര 2 എന്ന് പറയാൻ പറ്റില്ലല്ലോ, കാന്താര ചാപ്റ്റർ 1, അതായത് ആദ്യം വന്ന സിനിമയുടെ മുൻപ് നടന്ന കഥയാണ് ഇതിനകത്ത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ കാന്താര കേരളത്തിലെ വിതരണാവകാശം മിസ്റ്റർ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും പിന്നെ നമ്മൾ ലിറ്റിൽ സ്റ്റീഫനും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എന്താ ഇവിടെ നടക്കുന്ന കളികൾ? കാന്താര കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കത്തില്ല. ചീപ്പ് പ്രൊമോഷനുമായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? എനിക്ക് തോന്നിയ കാര്യമാണ് പറയുന്നത് കേട്ടോ. സത്യാവസ്ഥയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും നമ്മളിങ്ങനെ കൂലങ്കഷമായിട്ട് ചിന്തിക്കുമല്ലോ. ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്, അതായത് വലിയ കാശൊന്നും മുടക്കാതെ ഉള്ള ന്യൂസ് ചാനലുകളിലും മറ്റും ഇതിനെക്കുറിച്ച് ചർച്ചകളും മറ്റും വരുമല്ലോ. അതെന്തുകൊണ്ടാണ് പ്രദർശിപ്പിക്കാത്തത്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ആൾക്കാരെല്ലാം ഇങ്ങനെ, ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അതുപോലെ എത്രയെത്ര പ്രഗത്ഭരായ വ്ളോഗർമാരും എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പം എന്നാ പറയുന്നത്, കൈ നനയാതെ മീൻ പിടിക്കാം അല്ലേ? പക്ഷേ ആരും അങ്ങോട്ട് ഏറ്റെടുത്തിട്ടില്ലല്ലോ. അയ്യോ, ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന്താര കേരളത്തിൽ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് പുള്ളിയാണല്ലോ വിതരണം. അപ്പോൾ പുള്ളിക്കാരൻ തിയേറ്റർ ഓണേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ 50% അവർക്കും 50% ഇവർക്കും, അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് 50% പോരാ, ആദ്യത്തെ 2 ആഴ്ച എനിക്ക് 55% വേണമെങ്കിലോ, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഈ സംഘടനയ്ക്ക് എത്ര തിയേറ്റർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 10-300 തിയേറ്റർ ഉള്ളത്. നമ്മുടെ കേരളത്തിലെ 10-800 സ്ക്രീനെങ്ങാണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇത് ചുമ്മാ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് ചുമ്മാ അടിച്ചിറക്കുന്ന കഥയില്ല. എമ്പുരാൻ്റെ സമയത്ത് എന്താ പൃഥ്വിരാജ് കാണിച്ചത്? ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു ചെറിയൊരു നെഗറ്റീവും പരിപാടികൾ ഇട്ടങ്ങോട്ട് കൊടുത്ത് സംഖ്യകൾ കയറി കൊത്തി വലിച്ചു. അതിന് ഒടുക്കത്തെ പബ്ലിസിറ്റിയും കിട്ടി, ആൾക്കാരങ്ങോട്ട് ഇടിച്ചും കയറി. എന്തായാലും ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയും, ഇതാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഇതൊക്കെ വിടാറായിട്ടില്ലേ? വിജയുടെ പടത്തിന് മിക്കവാറും ഉണ്ടായിരുന്നു. വിജയുടെ പടം ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. പ്രദർശിപ്പിക്കത്തില്ല, മറ്റതാണ് വിജയുടെ രാഷ്ട്രീയം, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ചർച്ചയോട് ചർച്ചയാണ്. അപ്പോൾ നൈസായിട്ട് ഇങ്ങനെ പബ്ലിസിറ്റി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് ആൾക്കാർ മനസ്സിലായി തുടങ്ങി. ആരും ഇത് ഏറ്റെടുത്തിട്ടില്ല. അല്ല, ഞാനീ ചോദിക്കുന്നതേ, ആദ്യത്തെ 2 ആഴ്ച 55% മേടിച്ച് അതിനുശേഷം 50%. ആദ്യത്തെ 2 ആഴ്ചത്തെ ആ തള്ളിക്കയറ്റം കൊണ്ട് കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കുക. അതിനുശേഷം പിന്നെ 50 ആക്കിയിട്ട് എന്ത് കാര്യം? പിന്നെ എന്തിനാ തൂക്കിയിട്ടുകൊണ്ട് നടക്കാനാണോ സാർ തോക്ക് എന്ന് ചോദിച്ച പോലെ? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, 55% ആദ്യത്തെ 2 ആഴ്ച, അത് കഴിഞ്ഞാൽ എനിക്കൊരു 30% മതി എന്നങ്ങോട്ട് പറ. അതല്ലേ എൻ്റെ മാന്യത? അത് നടക്കത്തില്ലേ? ഇത് ചുമ്മാ ഉടായിപ്പാന്നേ. ഈ 55% എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പ്രൊമോഷനാക്കുക, ന്യൂസ് ചാനലും അവിടെ ഇവിടെ എല്ലാം വരിക. ഇത് തന്നെ കളി, അല്ലാതെ വേറെ കഥയൊന്നുമില്ല. ഒക്ടോബർ 2 തന്നെ സിനിമ വരികയും ചെയ്യും. ആ സമയമാകുമ്പം വിലക്കുകൾ നീങ്ങി എന്നും പറഞ്ഞിട്ട് നൈസായിട്ട് വരും. ഇതാണ് ഉദ്ദേശം എന്നാണ് തോന്നുന്നത്. ഓക്കെ, ബൈ.